തുടക്കം എന്ന ചിത്രത്തിന്റെ മൺഡേ ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴും തുടക്കം എന്ന ചിത്രം തിങ്കളാഴ്ച നേടിയത് ഏകദേശം 1.60 കോടിയാണെന്ന് കേരള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ട്രാക്കർമാർ പുറത്തുവിടുകയാണ്. 1.60 കോടി നേടുമ്പോൾ തിങ്കളാഴ്ച ഈ ചിത്രം മികച്ചൊരു ഹോൾഡ് തന്നെ നേടുന്നുണ്ടെന്ന് ട്രാക്കർമാർ തന്നെ വിലയിരുത്തുകയാണ്. ആദ്യ ദിനം 2.62 കോടി നേടിയ തുടക്കം രണ്ടാം ദിവസം 3.61 കോടിയും മൂന്നാം ദിവസം 4.02 കോടിയും നേടിയുണ്ടായി. ആദ്യ തിങ്കളാഴ്ച കടക്കുമ്പോൾ നാലാം ദിവസം 1.60 കോടിയും. എല്ലാ ചിത്രങ്ങൾക്കും ഈ ഒരു വ്യത്യസ്തത കാണുമ്പോഴും DC എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നടത്തുന്ന പ്രകമ്പനത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നതും. DC എന്ന ചിത്രം ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 35 കോടി മറികടന്നു എന്ന് ട്രാക്കർമാർ വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും 22.75 കോടിയും ഓവർസീസിൽ 12 കോടിയും നേടിക്കൊണ്ടാണ് ഈ ചരിത്ര നേട്ടത്തിൽ ഈ ചിത്രം എത്തിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ 4.43 കോടിയാണ് 3 ദിവസം കൊണ്ട് ഈ ചിത്രം നേടിയത്. എന്നാൽ തിങ്കളാഴ്ച എത്തിയപ്പോൾ പോലും തുടക്കം എന്ന ചിത്രത്തെക്കാളും കൂടുതൽ കളക്ഷൻ ഈ ചിത്രത്തിന് ഉണ്ടാകുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വർക്കിംഗ് ഡേയിൽ പോലും കേരള ബോക്സ് ഓഫീസിൽ DC മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇതാണ് ആ ഒരു യൂത്ത് പ്രേക്ഷകരെ കയ്യിലെടുത്താൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്നത് പറയാൻ സാധിക്കും. എന്നാലും തുടക്കം എന്ന ചിത്രം മറ്റൊരു രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഒരു പുതുമുഖ താരം വരിക, അത് വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടുക, മികച്ച അഭിപ്രായം നേടുക, ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുക എന്നതൊക്കെ ജൂഡ് ആന്റണി ജോസഫിന് തന്നെ അതിന് കൈയടിക്കുകയും വേണം. ഫീമെയിൽ ലീഡ് സിനിമകൾ വളരെ വിരളമായി സംഭവിക്കുന്ന ഇൻഡസ്ട്രിയാണ് മോളിവുഡ്. അവിടെ താൻ ചെയ്ത 5-ൽ 4 സ്ത്രീ കേന്ദ്രീകൃത സിനിമകളാകുക, എല്ലാം ഹിറ്റാകുക എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ ഒരേ ഒരു സംവിധായകനെ മോളിവുഡിലുള്ളൂ. ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു കാര്യമാണ്. നസ്രിയെ നായികയാക്കിക്കൊണ്ട് അണിയിച്ചൊരുക്കിയ ഓം ശാന്തി ഓശാന ജൂഡ് എന്ന സംവിധായകന്റെ റേഞ്ച് വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു. സ്ത്രീപക്ഷ സിനിമ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ കണ്ണീരും വിരഹവുമാണെന്ന ടെംപ്ലേറ്റുകളെ ജൂഡ് പൊളിച്ചെഴുതി. പൂജ എന്ന പെൺകുട്ടിയുടെ കൗമാരത്തിൽ ആരംഭിച്ച് യൗവനം വരെയുള്ള കാലഘട്ടത്തിലെ പ്രണയം പറഞ്ഞ ഓം ശാന്തി ഓശാന ഇന്നും പലരുടെയും ഫേവറേറ്റ് ആണ്. മികച്ച കലാമൂല്യമുള്ള സിനിമകൾക്കുള്ള സംസ്ഥാന അവാർഡ് ഓം ശാന്തി ഓശാന നേടിയെടുത്തിരുന്നു. ആദ്യ ചിത്രത്തിന് ശേഷം 2 വർഷത്തോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ജൂഡ് തന്റെ രണ്ടാമത്തെ സിനിമ ഒരുക്കിയത്. ആദ്യ ചിത്രത്തിൽ ഒരു കൗമാരക്കാരിയായിരുന്നു നായികയെങ്കിൽ രണ്ടാം ചിത്രത്തിൽ വാർദ്ധക്യത്തിലെത്തിയ സ്ത്രീയുടെ പ്രശ്നങ്ങളെയാണ് ചർച്ച ചെയ്തത്. ഓം ശാന്തി ഓശാന പോലെ വലിയ ഹിറ്റായില്ലെങ്കിലും തരക്കേടില്ലാത്ത വിജയം ഒരു മുത്തശ്ശി കഥ സ്വന്തമാക്കി. ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സ് തുടങ്ങുന്നതിന് മുമ്പേ തന്റെ ആദ്യ സിനിമയും രണ്ടാം സിനിമയും കണക്ട് ചെയ്ത് ജൂഡ് വ്യത്യസ്തനായിട്ടുണ്ട്. പിന്നീട് 5 വർഷത്തിന് ശേഷമാണ് ജൂഡ് വീണ്ടും സംവിധായക കുപ്പായം അണിയുന്നത്. കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് OTT-യിലൂടെ റിലീസായ സാറാസും മികച്ച അഭിപ്രായം സ്വന്തമാക്കി. സോകോൾഡ് കുലസ്ത്രീകളെയും പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്കുള്ള കൊട്ടായിരുന്നു സാറാസ്. ഈ സിനിമ കണ്ട് വ്രണപ്പെട്ട ഒരു വിഭാഗം അവരുടെ മാട്രിമോണിയുടെ പരസ്യത്തിലൂടെ മറുപടി നൽകിയതെല്ലാം വലിയ ചർച്ചയായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ജൂഡ് സംവിധായകനായ അടുത്ത ചിത്രം പ്രേക്ഷകരിലെത്തി. കേരള ജനത നേരിട്ട ഏറ്റവും വലിയ ദുരന്തത്തിന് ചലച്ചിത്ര ഭാഷ്യമൊരുക്കിയ ജൂഡിന്റെ 2018 കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റായി മാറി. ചിത്രത്തിന്റെ രാഷ്ട്രീയത്തിൽ ജൂഡ് ഒരുപാട് വിമർശനം നേരിട്ടെങ്കിലും 2018 അതിന്റെ മേക്കിംഗ് കൊണ്ട് ഞെട്ടിച്ചു. പുലിമുരുകനെ തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റായ 2018 ശേഷം 4 വർഷത്തോളം ജൂഡ് വീണ്ടും ഇടവേളയെടുത്തു. തമിഴിലും ബോളിവുഡിലും പ്രോജക്റ്റുകൾ ചെയ്തേക്കുമെന്ന് കേട്ടെങ്കിലും മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തി. മോഹൻലാലിന്റെ മകൾ വിസ്മയ നായികയാക്കി ഒരുക്കിയ തുടക്കം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കുതിക്കുകയാണ്. കരിയറിൽ ഇതുവരെ കൈവയ്ക്കാത്ത ആക്ഷൻ ജോണറിലും ജൂഡ് തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. ഒപ്പം വിസ്മയ, ആശിഷ് എന്നിങ്ങനെ 2 ഗംഭീര പെർഫോമർമാരെ സിനിമാ ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്തു. 12 വർഷത്തെ കരിയറിൽ 5 സിനിമകൾ ചെയ്യുക, എല്ലാം ഹിറ്റ് സ്റ്റാറ്റസിൽ എത്തിക്കുക എന്നിങ്ങനെ അപൂർവമായ നേട്ടം സ്വന്തമാക്കിയ സംവിധായകരുടെ ലിസ്റ്റിൽ ജൂഡ് ഉൾപ്പെട്ടിരിക്കുകയാണ്. അയാൾ ഇനിയും സിനിമാ ലോകത്ത് തുടരും എന്നാണ് ഓരോ പ്രേക്ഷകരും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും തുടക്കം എന്ന ചിത്രത്തിലൂടെ വലിയ രീതിയിലുള്ള പ്രശംസയും ജൂഡ് ആന്റണി ജോസഫ് പിടിച്ചു പറ്റുന്നുണ്ട്. വിസ്മയക്കും ആശിഷിനും ഒക്കെ ഗംഭീര പ്രശംസ ലഭിക്കുമ്പോഴും